ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു പുതിയൊരു മെമ്പറും കൂടെ വന്നിട്ടുണ്ട്. ലക്കിയാണ്. ഒരു പുതിയ പപ്പിനെ ഞങ്ങൾ വാങ്ങി. ഏത് ബ്രീഡാന്ന് പറഞ്ഞു കൊടുക്കും വിട്ടു മോനെ? ഇത് മിനി പൊമേറേനിയൻ. പിന്നെ 41 ദിവസമായി ഏജ്. പിന്നെ മെയിലാണ്. മെയിലാണ് കേട്ടോ ആള്. അപ്പൊ ദേ കുഞ്ഞു വാവയാണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ട് ഞങ്ങള് ഒരു പപ്പീനെ വാങ്ങുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം കല്യാണം ഒന്നും കഴിഞ്ഞിട്ടൊന്നും നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് ഒരു പപ്പീനെ വാങ്ങുന്നത്. അപ്പോ ഈ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇവർക്ക് വാങ്ങിക്കണമെന്ന്, ലാബ് വെക്കാം. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വളർത്താൻ സൗകര്യം ഇതുപോലുള്ള ചെറിയ പട്ടിക്കുട്ടീനെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ. വളർത്താൻ വീട്ടിനകത്താണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ദൈവം താഴോട്ട് ഇറങ്ങാനാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഇത് മാത്രമല്ല, നമ്മുടെ പപ്പീനെ പരിചയപ്പെടുത്തൽ മാത്രമല്ല, ഇന്ന് നമ്മളൊരു റെസിപ്പി ചെയ്യുന്നുണ്ട്. ഈ റെസിപ്പി എന്റെ കസിൻ നീനു ചെയ്തെന്നാണ് വിട്ടുപിടിച്ചു. നീനു പറഞ്ഞെന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യണതിലേക്ക് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ ചിക്കൻ അഡോബോയ്ക്ക് വേണ്ടത് നമ്മൾ കുറച്ച് ചിക്കൻ പീസ് എടുക്കുക. മാക്സിമം നമുക്ക് എന്താ പറയുക, ദശയുള്ള പീസ് എടുക്കുക. ഇപ്പൊ ലെഗ് പീസ് അതുപോലെ തൈ പീസൊക്കെ എടുക്കണമെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത് ഒന്ന്, നമുക്കൊരു 2 ബേ ലീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം. പിന്നെ നമ്മൾ ഇടുന്നത് ഇഞ്ചി, ചെറിയ ഇഞ്ചിയുടെ പീസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ഇടാം. പിന്നെ മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, ഇത്രയും നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പോണത് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ 1.25 ടീസ്പൂൺ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതായാലും യൂസ് ചെയ്താൽ മതി. ഇപ്പൊ എന്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് വിനീഗർ ആണ് കേട്ടോ. വിനീഗർ നമുക്ക് 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് സോയാബീൻ സോസില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാണ് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടത്. ഒരു 4 ടേബിൾ സ്പൂൺ വേണം. ഇപ്പൊ 4 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഫസ്റ്റ് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ഉപ്പ് എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. സോസസ് ഒക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ, കാരണം സോയാ സോസിന് നേരെ ഉപ്പ് ഉണ്ടാവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമുക്ക് ഈ ഒരു ഉപ്പിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് വേണം ഇടാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പിയുടെ ഒരു ഫ്ലേവർ എന്നുള്ളത് ചെറിയൊരു പുളിയും മധുരവുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. സ്പൈസി അല്ല സംഭവം. അപ്പൊ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞത് എന്റെ കസിൻ ഇല്ലേ, നിങ്ങൾ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നീൻസ് കോർണറിലെ നീനു ആണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഉപ്പൊക്കെ ഇട്ട് പെരട്ടിയൊക്കെ വെച്ച് ഇനി നമുക്കിതൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പൊ അതിനുശേഷമാണ് നമ്മളിത് എടുക്കണം. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ചിക്കൻ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന്, ഒരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അതൊന്ന് ആദ്യം ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് ഇഞ്ചിയാണ്. ഇഞ്ചിയും അതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്.
എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ. അതായത് ഒരു ടീസ്പൂണൊക്കെ ഇട്ട് മതി, 1.25 ടീസ്പൂണൊക്കെ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാവുന്നത് ഒരു ചെറിയ സവാള, ഒരു പകുതി സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നാൽ മതി, അധികം ബ്രൗൺ ഒന്നും ആവണ്ട. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി മതി, ഒരു മീഡിയം. നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് ഈ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പതുക്കെ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനില്ലേ, അത് ഓരോ പീസ് ചിക്കൻ മാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ചിക്കന്റെ എല്ലാ പീസും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ രണ്ട് സൈഡ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിതൊരു ഷാലോ ഫ്രൈ ആണ് ആവേണ്ടത്, ഓവറായിട്ട് വേണ്ട. ഒന്ന് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പൊ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിടാം. നല്ലൊരു കളറാണ് ഇതിൽ വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സോയാ സോസും കൂടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് രണ്ട് സൈഡും ഓരോ 5 മിനിറ്റ് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ് 5 മിനിറ്റ് വെച്ച് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന്, നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ മസാല അല്ലേ, ഇത് കണ്ടോ, സോസ്, സോയാ സോസ്, അത് ബാലൻസ് ഉള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ സോസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിക്കൊന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അടച്ച് ഒരു 10 മിനിറ്റ് മൊത്തത്തില്. അപ്പൊ നമ്മുടെ ചിക്കൻ വേഗണ വരെ എടുക്കെടുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ 10 മിനിറ്റ് ശേഷം നമുക്ക് കാണാം. ഇളക്കാൻ മറക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഫ്രണ്ട്സ്, അപ്പൊ ഇതേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടോ. കണ്ട നല്ല കളർഫുൾ ആയിട്ട്, നല്ല എന്താ പറയാ, ഒരു ബ്ലാക്കും റെഡിഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആ സോയാ സോസിന്റെ ഈ ഒരു രീതിയിൽ നമ്മുടെ സോയാ സോസും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് നമ്മൾ മൊത്തം എടുത്താൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് പകുതിക്ക് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചിക്കൻ അഡോബോ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എനിക്ക് എവിടെന്നാ കിട്ടിയതെന്ന് ഞാൻ പറയില്ലേ, ആ കിട്ടിയത് ഇവിടെ നിന്നാണ്. നിനുവിന്റെ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. നിനു പറഞ്ഞതാണ്. അപ്പൊ അവളെ കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. കാരണം നീ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ? ആ, വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് അവിടെ ഖത്തറില്. അപ്പൊ അവള് പറഞ്ഞ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയായോന്ന് അവളോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറയാം. നീ ട്രൈ ചെയ്യും. ഞാനിത് എപ്പോഴും കഴിക്കുന്നതാ. അല്ല, നീ ഉണ്ടാക്കുന്ന പോലെ സെയിം ആയോന്ന് എനിക്കറിയില്ല. അതാ, നീ ഒരു പീസ് ടേസ്റ്റ് ചെയ്യും. ഞാനൊരു പീസ് കൊള്ളാം. നല്ല സൂപ്പർ, അടിപൊളി. ചെറിയൊരു പുളിയും അതിന്റെ ഒപ്പം തന്നെ നല്ല മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ്. പക്ഷെ ഇതിലിപ്പം എന്നിട്ട് ശർക്കര അല്ലേ, ശർക്കര ബ്രൗൺ ഷുഗർ ആഡ് ചെയ്താല് ആ കളറും കിട്ടും. ഷുഗർ നോർമൽ ഷുഗർ ആഡ് ചെയ്താലും മതി. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്താൽ ഈ കളറും കിട്ടും, കുറച്ചുകൂടെ കിട്ടും. ശർക്കരയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നീന എപ്പോഴും യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗർ ആണ്. അപ്പൊ നമ്മള് ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം. എന്നാലും എങ്ങനെയുണ്ട്? റൈസിന്റെ കൂടെയാണ്, പ്ലെയിൻ റൈസിന്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം ഉണ്ടാവും. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. സ്പൈസി ഒന്നും കേട്ടോ ഇല്ലാത്തതും എരിവൊന്നും ഇല്ലല്ലോ.
പിന്നെ വെറുതെ കഴിക്കാം. എടുക്കെടുക്ക കുരുമുളക് ഇങ്ങനെ നമ്മൾ ഇട്ടത് ഒന്ന് കടിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റിൽ അറിയിക്കാം. നമ്മുടെ പപ്പി നോക്കിയേ, ലക്കി എടുത്തോടി, അതിന്റെ കയ്യിലുണ്ട് അല്ലേ, എടുത്തോ. നമ്മുടെ ലക്കി വന്നിട്ടുണ്ട് കേട്ടാ. അവൻ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. അതെ അതെ, അവന് ഡോഗ് ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതെ, നമ്മുടെ പുതിയ മെമ്പർ അല്ലേ. നിനക്ക് വേണോ? ഇപ്പൊ തരാട്ടാ, വേറെ തരാട്ടാ. ഇത് വേണ്ട, മിട്ടെടുത്തോപ്പാ, മിട്ടെടുത്തോ. അവൻ ഇതാണ് താഴെ ഇറങ്ങാനാ വന്നത്. അതെ, ലക്കിനെയും കൊണ്ട് മിട്ടു അപ്പുറത്തിട്ടേ. കാരണം ലക്കിക്ക് കൂടുതലും പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടം. ഞാനിത് കഴിച്ചോണ്ടിരിക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാരും ട്രൈ ചെയ്യണം. അപ്പൊ നീനുവിന്റെ റെസിപ്പിയാണിത്. ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയത്? എന്റെ ഫ്രണ്ട്സ് ഫിലിപ്പീനോസ്. ഓക്കെ, അപ്പൊ ഇതൊരു ഫിലിപ്പിനോ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. നമ്മൾ ഹണി ചിക്കൻ ഒക്കെ ചെയ്യുന്നുണ്ട്, വേറൊരു ഫ്ലേവർ ആണ്. ഹണി ചിക്കന്റെ സെയിം അല്ല, ഇത് വേറൊരു ഫ്ലേവർ ആണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ അറിയിക്കുക, അതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ പ്രോത്സാഹനം. അപ്പൊ നീനുവിന്റെ വീഡിയോ ചാനലും എല്ലാരും ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട അതും ഒന്ന് ഫോളോ ചെയ്യാം. നീൻസ് കോർണർ എന്നാണ് പേര്, അതായത്. അപ്പൊ നീനുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്നെ പോലെ തന്നെ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.